ജിയോ പൊളിറ്റിക്സിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ അമേരിക്ക കളിച്ച രഹസ്യ ഒളിപ്പോര് മുതൽ നേറ്റോ സഖ്യത്തെ പണത്തിന്റെ പേരിൽ വിറപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണികൾ വരെയുണ്ട് ഇതിൽ. അതോടൊപ്പം ബയോളജിക്കൽ ടെററിസം ആരോപണവുമായിട്ട് യുക്രൈനും പസഫിക്കിൽ ചൈന നടത്തിയ ആണവ മിസൈൽ പരീക്ഷണവും ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഇടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 3 നേഷൻ ടൂറിലൂടെ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി ശക്തമാക്കാനും ഇൻഡോ പസഫിക്കിൽ സമാധാനം ഉറപ്പാക്കാനുമുള്ള വലിയ നീക്കങ്ങളിലാണ്. ആഗോളതലത്തിലുള്ള ഈ വമ്പൻ വാർത്തകളുടെ മുഴുവൻ വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാം. വെൽക്കം ടു ലോക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ തെഹ്റാനിൽ നടക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വൻ ഡിപ്ലോമാറ്റിക് വാർ പിന്നാമ്പുറങ്ങളിൽ നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ പ്രഷർ കാരണം അവസാന നിമിഷം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് 13 രാജ്യങ്ങൾ പിന്മാറി. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ? അമേരിക്ക എങ്ങനെയാണ് ഈ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാന്റെ സെമി ഒഫീഷ്യൽ വാർത്താ ഏജൻസിയായ തസ്നം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ ഒരു വൻ വാർത്ത പുറം ലോകം അറിയുന്നത്. ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസലയിലാണ് ഖമേനിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും വിലാപയാത്രയും ചടങ്ങുകളും നടക്കുന്നത്. ഇതിലേക്ക് ലോകമെമ്പാടുമുള്ള വിദേശ പ്രതിനിധികളെ ഇറാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വാഷിംഗ്ടൺ വളരെ ശക്തമായ ഒരു ഒളിപ്പോര് തന്നെ നടത്തി. വിദേശ രാജ്യങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ US ഒരു വൻ ഡിപ്ലോമാറ്റിക് ക്യാമ്പയിൻ തന്നെ അഴിച്ചുവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാണ് എന്ന് നോക്കാം. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ കഴിഞ്ഞ ജൂൺ 26-ന് അമേരിക്കൻ എംബസികൾക്കും നയതന്ത്ര മിഷനുകൾക്കും ഒരു അതീവ രഹസ്യ നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നത് ഇതാണ്: ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ നിങ്ങളുടെ ഹോസ്റ്റ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നത് തടയാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഈ ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ അമേരിക്കയോട് ചെയ്യുന്ന ഒരു ശത്രുതാപരമായ നടപടിയായിട്ട് മാത്രമേ US കാണൂവെന്നും അത് അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പച്ചയായ ഒരു ഭീഷണി. വെറും ഒരു നയതന്ത്ര മുന്നറിയിപ്പിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അമേരിക്കയുടെ ഈ ഒരു കളി എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ US അംബാസിഡർമാർ നൽകിയ ആ ഒരു അന്ത്യശാസനം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ചടങ്ങിൽ പങ്കെടുത്താൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകി വരുന്ന ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്, അതായത് കോടിക്കണക്കിന് ഡോളറിന്റെ വികസന സഹായങ്ങൾ പൂർണ്ണമായിട്ടും വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു പരസ്യമായ ഭീഷണി. ഒരു ദരിദ്ര രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാൻ പോകുന്ന തരത്തിലുള്ള കൃത്യമായ സാമ്പത്തിക ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു അത്. അതുമാത്രമല്ല, റൂബിയോ നേരിട്ട് 5ഓളം അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് ഫോണിൽ സംസാരിച്ച് ഈ വിഷയത്തിൽ പ്രഷർ ചെലുത്തിയതായിട്ടും 2 അജ്ഞാത അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. USന്റെ ഈ പ്രഷറിന് മുന്നിൽ ഒടുവിൽ 13 രാജ്യങ്ങൾ മുട്ടുമടക്കി എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിൽ 3 കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ, 2 പേർഷ്യൻ ഗൾഫ് അറബ് രാജ്യങ്ങൾ, 2 പ്രമുഖ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ പല രാജ്യങ്ങളും തങ്ങൾ വരാത്തതിന് വലിയ നയതന്ത്ര ന്യായീകരണങ്ങൾ നൽകാനാണ് പിന്നീട് ശ്രമിച്ചത്. ജനീവയിലെയും ന്യൂയോർക്കിലെയും തങ്ങളുടെ മിഷനുകൾ വഴി അവർ ഇറാനെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളാകട്ടെ വലിയ നേതാക്കൾക്ക് പകരം വളരെ ലോവർ ലെവൽ പ്രതിനിധികളെ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ അധികൃതർ ഈ ലോവർ ലെവൽ റെപ്രസെന്റേഷൻ അംഗീകരിച്ചതുമില്ല. ഈ ഭീഷണികൾക്കിടയിലും ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവർക്ക് പുറമെ ഗൾഫ് മേഖലയിൽ നിന്ന് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ 100ഓളം രാജ്യങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഖമേനിയും കുടുംബവും കൊല്ലപ്പെട്ടത്. യുദ്ധ സാഹചര്യങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണമാണ് ശവസംസ്കാരം നടക്കാൻ 4 മാസത്തോളം വൈകിയത്. നിലവിൽ USഉം ഇറാനും തമ്മിൽ ഒരു 60-ഡേ ഡയലോഗ് വിൻഡോ, അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്കുള്ള സമയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നാൽ ആ ചർച്ചകൾക്കൊന്നും തങ്ങളുടെ നയതന്ത്ര നിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും ഇറാന്റെ മേലുള്ള പിടിമുറുക്കൽ ഒട്ടും അയച്ചിട്ടില്ല എന്നും ഈ ഒരു ഒളിച്ചുകളിയിലൂടെ വാഷിംഗ്ടൺ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇത്രയൊക്കെ കളിച്ചിട്ടും റഷ്യയുടെ ദിമിത്രി മെദ്വദേവ്, അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, ചൈനീസ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ 30ഓളം രാജ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നിന്നും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈൻ, പവിത്ര മർഗരിറ്റ എന്നിവരടങ്ങുന്ന സംഘം ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ട് ചുമതലയേറ്റ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി സുരക്ഷാ കാരണങ്ങളാൽ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: തോക്കുകളും ബോംബുകളും കൊണ്ട് മാത്രമല്ല, നയതന്ത്ര മേശപ്പുറങ്ങളിലെ ഭീഷണികൾ കൊണ്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയം മാറ്റിമറിക്കാൻ സൂപ്പർ പവറുകൾക്ക് ഇന്നും ഇപ്പോഴും സാധിക്കുന്നുണ്ട്.
റഷ്യ യുക്രൈൻ യുദ്ധം ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തിനും അപ്പുറം വേറൊരു ലെവലിലേക്ക് കടക്കുകയാണ്. മിസൈലുകളും ആറ്റം ബോംബുകളും കൊണ്ട് മാത്രം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആയുധങ്ങൾക്കും അപ്പുറം മനുഷ്യരാശിയെ തന്നെ നിശബ്ദമായിട്ട് തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ യുദ്ധത്തിന്, ഒരു ഇൻവിസിബിൾ വാറിന് റഷ്യ കളമൊരുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണക്കാരെ കൊന്നൊടുക്കാൻ വ്ളാഡിമിർ പുടിന്റെ സൈന്യം ഇത്തവണ കയ്യിലെടുത്തിരിക്കുന്നത് ആയുധങ്ങളല്ല, മറിച്ച് 100-ലധികം വർഷം മണ്ണിൽ ജീവനോടെ കിടക്കാൻ ശേഷിയുള്ള ആന്ത്രാക്സ് എന്ന മാരക രോഗാണുവിനെയാണ്. യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് ഇതിനെ വിശേഷിപ്പിച്ചത് ഒരൊറ്റ വാക്കിലാണ്: ബയോളജിക്കൽ ടെററിസം. തങ്ങൾ പിടിച്ചടക്കിയ മണ്ണിൽ റഷ്യ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ബയോ ബോംബ് എന്താണ്? ഇത് റഷ്യയുടെ വെറും ഒരു അനാസയാണോ, അതോ ലോകത്തെ മുഴുവൻ കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള കെണിയാണോ? നമുക്ക് വിശദമായിട്ട് നോക്കാം. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ HUR പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം റഷ്യൻ അധിനിവേശത്തിലുള്ള ഖേഴ്സൺ റീജിയണിലാണ് ഈ ഒരു വൻ ചതി നടക്കുന്നത്. ഈ പ്രദേശത്ത് ആന്ത്രാക്സ് ബാധിച്ച മൃഗങ്ങളുടെ ശവങ്ങൾ അടക്കം ചെയ്ത് ഒരുപാട് പഴയ കന്നുകാലി ശ്മശാനങ്ങളുണ്ട്. റഷ്യൻ സൈന്യം ഇവിടെ യാതൊരുവിധ സാനിറ്ററി മാനദണ്ഡങ്ങളും പാലിക്കാതെ രോഗം ബാധിച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണ്ടും വലിയ തോതിൽ കുഴിച്ചു മൂടുകയാണ് എന്നാണ് യുക്രൈൻ പറയുന്നത്. ഇൻസിനറേഷൻ, അതായത് കത്തിച്ചു കളയുന്നതിന് പകരം വെറുതെ മണ്ണിൽ കുഴിച്ചിടുന്നത് വഴി ഈ മാരക രോഗാണുക്കൾ അന്തരീക്ഷത്തിലേക്കും മണ്ണിലേക്കും പടരാൻ റഷ്യ സാഹചര്യം ഒരുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ആന്ത്രാക്സ് അത്ര നിസ്സാരക്കാരനല്ല. അതിന്റെ പാത്തജൻസിന് അല്ലെങ്കിൽ അതിന്റെ സ്പോർസിന് മണ്ണിൽ യാതൊരു കേടുപാടും കൂടാതെ പതിറ്റാണ്ടുകളോളം, അതിലുപരി ഒരു നൂറ്റാണ്ട് വരെയോ ഒക്കെ ജീവനോടെ ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള 50ഓളം മൃഗശ്മശാനങ്ങൾ ഖേഴ്സണിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ 10 എണ്ണം അതീവ അപകടകരമായ അവസ്ഥയിലാണ്. അസ്കാനിയ നോവ, അതുപോലെ സ്കാബ്ഡോസ്ക്, സാലൻസ്കി പോർട്ട് എന്നീ ജനവാസ മേഖലകൾക്ക് തൊട്ടടുത്താണ് ഇതൊക്കെ ഉള്ളത്. പല ശ്മശാനങ്ങളും റോഡുകൾക്കും വീടുകൾക്കും വെറും 1 കിലോമീറ്റർ മാത്രം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും യാതൊരുവിധ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ സേഫ്റ്റി സംവിധാനങ്ങളോ റഷ്യൻ അഡ്മിനിസ്ട്രേഷൻ ഒരുക്കിയിട്ടില്ല. അത് മാത്രമല്ല, കാലപ്പഴക്കം കൊണ്ട് ഇവിടുത്തെ മണ്ണ് ഇടിയാൻ തുടങ്ങിയിട്ടും അത് നന്നാക്കാനായിട്ട് റഷ്യ തയ്യാറായിട്ടില്ല. ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശങ്ങളിൽ പലതും ഉയർന്ന ഭൂഗർഭ ജലനിരപ്പുള്ള സ്ഥലങ്ങളാണ്. അതായത് ഈ ആന്ത്രാക്സ് രോഗാണുക്കൾ ഭൂഗർഭ ജലത്തിൽ കലർന്നാൽ ആ പ്രദേശത്തെ കുടിവെള്ളവും കൃഷിയും പൂർണ്ണമായിട്ടും പോയിസണസ് ആകും. ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയുള്ള പച്ചയായ ജൈവ ഭീകരവാദമാണ് എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. ഇനി ഇതിന്റെ രാഷ്ട്രീയവും യുദ്ധതന്ത്രപരവുമായിട്ടുള്ള വശം നോക്കാം. യുക്രൈൻ ഇന്റലിജൻസ് മറ്റൊരു അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. റഷ്യ ഇതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വ്യാജ കെണിയാക്കാൻ സാധ്യതയുണ്ട്. അതായത് റഷ്യ തന്നെ ഈ ആന്ത്രാക്സ് ബാധിത പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ നടത്തും. അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കണ്ടോ, യുക്രൈൻ നിരോധിത ബയോ വെപ്പൺസ്, ജൈവ ആയുധങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർത്ത് യുക്രൈനെ ലോകത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കാൻ റഷ്യ വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് കീവ് വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഈ ഒരു ബയോളജിക്കൽ വാർഫെയർ ആരോപണങ്ങൾ ഇതാദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. മുൻപ് റഷ്യ ആരോപിച്ചിരുന്നത് യുക്രൈനിൽ അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ബയോ ലാബുകൾ ഉണ്ട് എന്നും അവിടെ മാരകമായിട്ടുള്ള വൈറസുകൾ വികസിപ്പിക്കുന്നുണ്ട് എന്നുമാണ്. എന്നാൽ അതിനൊന്നും കാര്യമായിട്ടുള്ള തെളിവുകൾ റഷ്യ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ യുക്രൈൻ ഉന്നയിച്ച ഈ ആന്ത്രാക്സ് ആരോപണങ്ങളെക്കുറിച്ച് റഷ്യ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസികൾക്കൊന്നും അധിനിവേശ മേഖലകളിൽ കയറി ഇത് പരിശോധിക്കാനും നിലവിൽ സാധിച്ചിട്ടില്ല. എന്നാൽ മുൻകാല സോവിയറ്റ് ചരിത്രം പരിശോധിച്ചാൽ, ഉദാഹരണത്തിന് 1979 സ്വർഡ്ലോവ്സ്ക് ആന്ത്രാക്സ് ദുരന്തം, റഷ്യയുടെ ബയോ വെപ്പൺ പാരമ്പര്യം ലോകത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടുകളെ വെറുതെ തള്ളിക്കളയാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ല. ചുരുക്കത്തിൽ, യുദ്ധം ജയിക്കാൻ വേണ്ടി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും ഭാവിയും വെച്ച് പ്രകൃതിയെ പോലും വിഷലിപ്തമാക്കുന്ന ഇത്തരം കളി ആര് കളിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധത്തിന് പോലും ചില അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥയോ അതോ ആസൂത്രിത നീക്കമോ എന്ത് തന്നെ ആയാലും ഒരു വലിയ ബയോളജിക്കൽ ഡിസാസ്റ്ററിലേക്ക് ഇത് വഴിമാറുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നേറ്റോ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി സഖ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ മീറ്റിംഗിന് തൊട്ടു മുൻപ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ് എന്നറിയാമോ? ഒന്നുകിൽ പ്രതിരോധ ബജറ്റ് കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക. വെറുമൊരു ഭീഷണിയല്ല ഇത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അമേരിക്കൻ സൈന്യത്തെ വിട്ടു നൽകണമെങ്കിൽ തങ്ങളുടെ GDPയുടെ 5% പ്രതിരോധത്തിനായിട്ട് മാറ്റിവെക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം, അല്ലെങ്കിൽ വാശി എന്നും പറയാം. പണം മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായ ലോയൽറ്റിയും വേണമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് അങ്കാറ നേറ്റോ ഉച്ചകോടിയിൽ സംഭവിക്കാൻ പോകുന്നത്? ട്രംപിന്റെ ഈ ഒരു കടുംപിടുത്തം നേറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമോ? നോക്കാം.
കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ വർഷം നെതർലാൻഡ്സിലെ ഹേഗിൽ നടന്ന നേറ്റോ ഉച്ചകോടിയിൽ ട്രംപിന്റെ കടുത്ത പ്രഷറിനെ തുടർന്ന് 2035ഓടെ നേറ്റോ അംഗരാജ്യങ്ങൾ തങ്ങളുടെ ആകെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ GDP-യുടെ 5%, ഈ 5% എന്ന് പറയുമ്പോൾ 3.5% ഹാർഡ് ഡിഫൻസും 1.5% സെക്യൂരിറ്റി സ്പെൻഡിങ്ങുമാണ്. അപ്പോൾ ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ GDP 5% ഉയർത്താമെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ ഈ വരുന്ന അങ്കാറ ഉച്ചകോടിക്ക് തൊട്ടു മുൻപ് ട്രംപ് കളി മാറ്റിപ്പിടിച്ചു. വെറും വാഗ്ദാനങ്ങൾ പോരാ, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെറ്റ് ഇതിനോടകം തന്നെ യൂറോപ്പിലെ US സൈനികരുടെ എണ്ണം പുനഃപരിശോധിക്കാൻ, അതായത് ട്രൂപ്പ് റിവ്യൂവിന് ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ തർക്കങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ലോക മാധ്യമങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് നേറ്റോ ചീഫ് മാർക്ക് റൂട്ടെ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപുമായിട്ട് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപിന്റെ ദേഷ്യം തണുപ്പിക്കാൻ റൂട്ടെ പ്രയോഗിച്ചത് ഒരു പുകഴ്ത്തൽ തന്ത്രമായിരുന്നു എന്ന് പറയണം. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായിട്ട് ചിലവഴിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ചാർട്ടുകളുമായിട്ടാണ് റൂട്ടെ ട്രംപിന്റെ മുന്നിലെത്തിയത്. കേവലം കടലാസ ചാർട്ടുകളായിരുന്നില്ല അത്. ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ ദി ട്രംപ് ട്രില്യൺ എന്ന് തിളങ്ങുന്ന സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയ വമ്പൻ ചാർട്ടാണ് റൂട്ടെ ട്രംപിന് നേരെ ഉയർത്തിക്കാട്ടിയത്. ട്രംപിന്റെ ഭീഷണി കാരണം യൂറോപ്യൻ സഖ്യകക്ഷികൾ $1.2 ട്രില്യൺ അധികമായിട്ട് സൈന്യത്തിനായിട്ട് ചിലവഴിച്ചുവെന്നും അത് അമേരിക്കയിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും സമർത്ഥിച്ച് ട്രംപിനെ മെരുക്കാനായിരുന്നു നേറ്റോ തലവന്റെ ആ ഒരു കിണഞ്ഞ ശ്രമം എന്ന് പറയണം. പക്ഷേ ട്രംപ് കുലുങ്ങിയില്ല സുഹൃത്തുക്കളെ. ട്രംപ് പറഞ്ഞത് എന്താണെന്നോ? ഞങ്ങൾക്ക് അവരുടെ പണമൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് കൃത്യമായ ലോയൽറ്റി അഥവാ വിശ്വസ്തതയാണ്. ട്രംപിന്റെ ഈ ദേഷ്യത്തിന് പിന്നിൽ മറ്റൊരു വലിയ കാരണമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കങ്ങളിൽ പല നേറ്റോ രാജ്യങ്ങളും അമേരിക്കയെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആപത്തിൽ കൂടെ നിൽക്കാത്തവരെ ഞങ്ങൾ എന്തിന് സംരക്ഷിക്കണം? ഇതാണ് ട്രംപിന്റെ പച്ചയായ ചോദ്യം. നേറ്റോ രാജ്യങ്ങളെ ഒതുക്കാൻ ട്രംപ് ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് നയമാണ് ഇപ്പോൾ പയറ്റുന്നത്. ജിയോപൊളിറ്റിക്സിൽ ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവാർഡും ശിക്ഷയും ഒരേ സമയം നൽകുന്ന ഒരു നയം. അതായത് നല്ല കുട്ടിയായിട്ട് അനുസരിച്ച് നിന്നാൽ ഒരു ക്യാരറ്റ് തരും, അതായത് വമ്പൻ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ്. നേരെ മറിച്ച് അനുസരിക്കാതെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വടി കൊണ്ട് നല്ല തല്ല് കിട്ടും, അതായത് കടുത്ത ശിക്ഷാ നടപടികൾ. അപ്പോൾ ഈ ഒരു നയം ഇങ്ങനെയാണ്. ട്രംപ് പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ ഡിഫൻസ് ബജറ്റ് കൂട്ടുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ ആയുധങ്ങൾ പ്രയോറിറ്റി നോക്കി വാങ്ങാനുള്ള അനുമതി നൽകും. ഒപ്പം ട്രംപുമായിട്ട് നേരിട്ടുള്ള VIP മീറ്റിംഗുകളും ലഭിക്കും. എന്നാൽ ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാകും ഉണ്ടാകുന്നത്. അവരുടെ രാജ്യങ്ങളിൽ നിന്ന് US സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കുക മാത്രമല്ല, നേറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നൽകില്ല എന്നും ട്രംപ് പരോക്ഷമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നേറ്റോ രാജ്യങ്ങളെ ട്രംപ് ഗുഡ് ബോയ്സ് ബാഡ് ബോയ്സ് എന്നിങ്ങനെ 2 തട്ടിലാക്കുകയാണ്. ഇത്തവണ ഉച്ചകോടി നടക്കുന്നത് തുർക്കിയിലെ അങ്കാറയിലാണ് എന്നത് ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നുണ്ട്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായിട്ട് ട്രംപിന് പ്രത്യേകമായൊരു കെമിസ്ട്രി തന്നെയുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞത് ഈ മീറ്റിംഗ് തുർക്കിയിൽ അല്ലായിരുന്നുവെങ്കിൽ താൻ ചിലപ്പോൾ അതിൽ പങ്കെടുക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലാത്ത എർദോഗാനെ ഒപ്പം നിർത്തി യൂറോപ്യൻ യൂണിയനിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ് എന്നിവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായിട്ടും ട്രംപ് അങ്കാറയിൽ വെച്ച് പ്രത്യേക ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഈ നേറ്റോ തർക്കം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ആരെയായിരിക്കും? സംശയം വേണ്ട, അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിന്റെ കാവൽക്കാരായിട്ട് അമേരിക്ക നിൽക്കുന്നത് കൊണ്ടാണ് റഷ്യക്ക് യൂറോപ്പിലേക്ക് വികസിക്കാൻ സാധിക്കാത്തത്. ലോയൽറ്റി ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ട്രംപ് വേർതിരിക്കുമ്പോൾ നേറ്റോയ്ക്കുള്ളിൽ ഗ്രൂപ്പിസം ഉണ്ടാവുകയാണ്. നേറ്റോ വിഘടിച്ച് നിൽക്കുന്നത് എപ്പോഴും റഷ്യക്ക് അനുകൂലമാണ്. ചുരുക്കത്തിൽ നേറ്റോയെ തകർക്കാൻ റഷ്യ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി ഒരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവനയും അതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര തർക്കങ്ങളും മാത്രം മതി നേറ്റോ ദുർബലമാകാനായിട്ട്. അതുകൊണ്ടാണ് പുടിൻ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നേറ്റോ രാജ്യങ്ങൾ തമ്മിൽ പണത്തിന്റെ പേരിൽ ഇങ്ങനെ തല്ലുകൂടുന്നത് സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് മുൻ നേറ്റോ മേധാവി സ്റ്റോൾട്ടൻബർഗ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തങ്ങളുടെ സുരക്ഷാ കരാറുകളെ തള്ളിപ്പറഞ്ഞാൽ നേറ്റോ എന്ന സഖ്യത്തിന് പിന്നെ എന്ത് വിലയാണുള്ളത് എന്നാണ് യൂറോപ്യൻ നയതന്ത്രജ്ഞർ ചോദിക്കുന്നത്. ഒരു വശത്ത് റഷ്യൻ ഭീഷണി ശക്തമായി നിൽക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി യൂറോപ്പിനെ ശരിക്കും ഒരു കത്രികപ്പൂട്ടിലാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രത്തെ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെ കാണുന്ന ട്രംപിന്റെ ശൈലി നേറ്റോയുടെ അടിത്തറ ഇളക്കുമോ അതോ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം.
വെസ്റ്റ് ഏഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുമ്പോഴും ലോക സാമ്പത്തിക രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു വമ്പൻ ബിസിനസ് നീക്കം നടന്നിരിക്കുകയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് BIA അഥവാ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു സാധാരണ ബിസിനസ് കരാറല്ല. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD അംഗങ്ങളിൽ ഇന്ത്യയുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേൽ നിക്ഷേപകർക്ക് നൽകിയ പ്രത്യേക ഇളവ് എന്താണ്? ഈ കരാറിലൂടെ രണ്ട് രാജ്യങ്ങൾക്കും വരാൻ പോകുന്ന ലാഭവും നഷ്ടങ്ങളും എന്തൊക്കെയാണ് നോക്കാം. നമുക്കിതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസലൽ സ്ട്രോമിച്ചും ചേർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ വെച്ച് ഈ ചരിത്ര കരാറിൽ ഒപ്പുവെച്ചത്. ഒടുവിലിതാ ഈ കഴിഞ്ഞ ജൂലൈ 4 മുതൽ ഈ കരാർ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 1996 ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇത്തരം ഒരു കരാർ ഉണ്ടായിരുന്നു. അന്ന് അത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് 2017 ഇന്ത്യ അത് റദ്ദാക്കി. അതിനുശേഷം ഇന്ത്യ സ്വന്തമായിട്ട് തയ്യാറാക്കിയ 2015 മോഡൽ BIT അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതിയ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകാർക്ക് ഒരു സെക്യൂർ ആൻഡ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അന്തരീക്ഷം ഉറപ്പു നൽകുന്നു. ഇനി ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് നോക്കാം. വിദേശ നിക്ഷേപകരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് തർക്കമുണ്ടായാൽ അതിന് പരിഹാരം കാണാനുള്ള ലോക്കൽ റെമഡീസ് എക്സോഷൻ എന്ന നിയമത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ഒരു വലിയ ഇളവ് നൽകിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ പറയുക, എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആദ്യം 5 വർഷം ഇന്ത്യയിലെ കോടതികളിൽ കേസ് നടത്തണം. അവിടെ തീർന്നില്ലെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര ആർബിട്രേഷനിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇന്ത്യ ഈ ഒരു കാലാവധി വെറും 3 വർഷമായിട്ട് ചുരുക്കി കൊടുത്തു. അതായത് ഇസ്രായേൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ 3 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച് വേഗത്തിൽ പരിഹാരം കണ്ടെത്താം. UAEക്ക് ശേഷം ഇന്ത്യ ഈ ഓഫർ നൽകുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്. ഇന്ത്യയുടെ 2015 ഒറിജിനൽ മോഡൽ നിയമപ്രകാരം വെറും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI അഥവാ നേരിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമേ സുരക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളെ, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലുമായിട്ടുള്ള കരാറിൽ ഇന്ത്യ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ കമ്പനികളുടെ ഷെയറുകൾ, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, കോർപ്പറേറ്റ് കടങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇസ്രായേലി പണം ഒഴുകാൻ കാരണമാകുമെങ്കിലും ഭാവിയിൽ അന്താരാഷ്ട്ര കോടതികളിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ കേസുകൾ വരാൻ ഇത് വഴി തുറന്നേക്കാം എന്നൊരു ചെറിയ റിസ്ക് കൂടി ഉണ്ട് എന്നാണ്. ഇനി ഈ കരാറിന്റെ മറ്റൊരു പ്രധാന വശം എന്ന് പറയുന്നത് നാഷണൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇസ്രായേലി കമ്പനിയെ ഇന്ത്യൻ കമ്പനികൾക്ക് തുല്യമായിട്ട് തന്നെ പരിഗണിക്കും. അവർക്ക് യാതൊരുവിധ വിവേചനവും നേരിടേണ്ടി വരില്ല. എന്നാൽ ഇന്ത്യ ഇതിൽ വളരെ തന്ത്രപരമായിട്ട് 2 മേഖലകളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഭൂമിയും റിയൽ എസ്റ്റേറ്റും, ലാൻഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. അതായത് ഈ 2 മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യൻ സർക്കാരിൽ തന്നെ നിലനിൽക്കും. കൂടാതെ ടാക്സേഷൻ, സബ്സിഡികൾ, നാഷണൽ സെക്യൂരിറ്റി എന്നിവയും ഈ കരാറിന്റെ പരിധിയിൽ നിന്ന് ഇന്ത്യ ബുദ്ധിപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബിസിനസ് ബന്ധം എത്രത്തോളമുണ്ട്? കണക്കുകൾ പ്രകാരം 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് ഏകദേശം $371.35 മില്യൺ നേരിട്ടുള്ള നിക്ഷേപമാണ്. നിലവിൽ 2 രാജ്യങ്ങളും തമ്മിൽ പ്രതിവർഷം $4 ബില്യൺ ഏകദേശം 35,212 കോടി രൂപയുടെ വ്യാപാരം നടക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിലാകട്ടെ ഇസ്രായേലിന്റെ ആകെ ആയുധ കയറ്റുമതിയുടെ 40% വാങ്ങുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ BIA കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA അഥവാ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണ്. വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം ഈ പറഞ്ഞ FTA ചർച്ചകൾ ഇപ്പോഴും അല്പം സ്ലോ ആണ് എങ്കിലും ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കരാർ ബിസിനസ്സുകാരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ അത്യാധുനിക ടെക്നോളജിയും സൈബർ സെക്യൂരിറ്റിയും ഇന്ത്യയുടെ വമ്പൻ മാർക്കറ്റും ഒന്നിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വെസ്റ്റ് ഏഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ കാണിച്ച താല്പര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സഖ്യത്തെയാണ് കാണിക്കുന്നത്. അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ ഒരു വമ്പൻ ശക്തി പ്രകടനത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അതീവ നിർണായകമായ 6 ദിവസത്തെ 3 നേഷൻ ടൂർ അല്ലെങ്കിൽ 3 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്ന്, അതായത് ജൂലൈ 6 ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ഒടുവിൽ ന്യൂസിലാൻഡ് എന്നിവയാണ് മോദിയുടെ ലക്ഷ്യസ്ഥാനങ്ങൾ. ഇത് വെറും ഒരു വിദേശയാത്രയല്ല.
ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ അനാവശ്യമായ കടന്നുകയറ്റങ്ങൾക്ക് തടയിടാനും ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി ഒപ്പം തന്ത്രപരമായ മഹാസാഗർ വിഷൻ എന്നിവ ശക്തമാക്കാനുമുള്ള മോദിയുടെ മാസ്റ്റർ സ്ട്രോക്കാണിത്. ഇതിൽ 40 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നുവെന്ന ചരിത്രപരമായ പ്രത്യേകതയുമുണ്ട്. എന്തൊക്കെയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ചൈനയെ ഇത് എങ്ങനെ ബാധിക്കും നോക്കാം. യാത്രയുടെ ആദ്യഘട്ടത്തിൽ ജൂലൈ 6 മുതൽ 8 വരെ മോദി ഇന്തോനേഷ്യയിലാണ് ഉള്ളത്. അവിടുത്തെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയന്റോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം എന്ന് ഓർക്കണം. 2025 ജനുവരിയിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു പ്രസിഡന്റ് പ്രബോവോ. ഇന്തോനേഷ്യ ഇന്ത്യയെ സംബന്ധിച്ച് വെറുമൊരു അയൽ രാജ്യമല്ല. ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ മലാക്ക സ്ട്രെയ്റ്റിന്റെ സുരക്ഷ നിയന്ത്രിക്കുന്നതിൽ ഇന്തോനേഷ്യയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ചൈനീസ് നാവികസേനയുടെ ഭീഷണി മറികടക്കാൻ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. സുരക്ഷയ്ക്ക് പുറമെ ജക്കാർത്തയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മോദി ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക ബന്ധം വിളിച്ചോതുന്ന ചരിത്രപ്രസിദ്ധമായ പ്രബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയ്ക്ക് ശേഷം മോദി നേരെ പറക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലേക്കാണ്. ഓസീസ് പ്രധാനമന്ത്രി ആന്റണി അൽബാനിസുമായിട്ട് ചേർന്ന് 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ക്വാഡ് സഖ്യത്തിലെ 2 പ്രധാന ശക്തികളായ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇപ്പോൾ അതീവ സുരക്ഷാ ബന്ധമാണുള്ളത്. ഈ ചർച്ചകളിൽ പ്രധാനമായും വരുന്നത് 3 കാര്യങ്ങളാണ്. കടുത്ത സൈബർ സെക്യൂരിറ്റി ഭീഷണികൾ നേരിടുക, ചൈനയെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് സുരക്ഷിതമായ സപ്ലൈ ചെയിൻ റെസിലിയൻസ് നിർമ്മിക്കുക, ഒപ്പം പുതിയ എമർജിംഗ് ടെക്നോളജികൾ പരസ്പരം പങ്കുവയ്ക്കുക. ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഏറെ അലട്ടുന്ന ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വീസ വൈകുന്ന പ്രശ്നവും മോദി ഈ ചർച്ചകളിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ യാത്രയിലെ ഏറ്റവും വലിയ മാസ് എൻട്രി എവിടെയാണ് എന്നറിയാമല്ലോ, ന്യൂസിലൻഡിലേക്കാണ്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് നരേന്ദ്രമോദി. ഒടുവിലായിട്ട് ഒരു ഇന്ത്യൻ PM അവിടെ പോയത് 1986 രാജീവ് ഗാന്ധി ആയിരുന്നു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ ക്ഷണപ്രകാരമാണ് മോദി ഓക്ലൻഡിൽ എത്തുന്നത്. ഇവിടെ വെച്ച് 2 രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ഏപ്രിലിൽ ഒപ്പുവെച്ച ചരിത്രപരമായ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ന്യൂസിലൻഡിന്റെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വലിയ വാതിൽ തുറക്കുന്ന ഒന്നാണ് ഈ ഒരു FTA കരാർ. അവിടെയുള്ള വമ്പൻ ഇന്ത്യൻ ഡയസ്പോറയുമായും മോദി സംവദിക്കുന്നുണ്ട്. മോദി തന്റെ യാത്ര പുറപ്പെടൽ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞൊരു വാക്കാണ് മഹാസാഗർ വിഷൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി അക്രോസ് ദി റീജിയൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് മഹാസാഗർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ മേഖലകളിലുള്ള രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു ഫ്രീ, ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ഇൻഡോ പസഫിക് സുരക്ഷാ വലയം തീർക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്ലാൻ. കഴിഞ്ഞ ആഴ്ചകളിൽ മോദി മൊറീഷ്യസ്, സേഷൽസ് എന്നീ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴത്തെ കിഴക്കൻ മേഖലയിലേക്കും ഇന്ത്യ ആ ഒരു നയതന്ത്ര പിടി മുറുക്കുകയാണ്. ചുരുക്കത്തിൽ സമുദ്ര വ്യാപാര പാതകളിൽ ചൈന ഏകപക്ഷീയമായ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാൻ ഇന്ത്യ നടത്തുന്ന വമ്പൻ പ്രതിരോധ മതിലാണിത്. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദവും സ്വാധീനവും എത്രത്തോളം വലുതാകുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ് മോദിയുടെ ഈ ഒരു 3 നേഷൻ മാരത്തൺ ടൂർ. സാമ്പത്തിക ഭദ്രതയും സൈനിക സുരക്ഷയും ഒരേ സമയം ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ഏഷ്യ പസഫിക് മേഖലയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തെ വീണ്ടും ഒരു ആണവ യുദ്ധ ഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ ഒരു വമ്പൻ സൈനിക ശക്തി പ്രകടനം നടന്നിരിക്കുകയാണ് ഇന്ന്. അതായത് ജൂലൈ 6 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൃത്യം 12:01 പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ ഒരു ആണവ സബ്മറൈനിൽ നിന്ന് അതീവ മാരകമായ ഒരു സ്ട്രാറ്റജിക് മിസൈൽ ചൈന വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഒരു ഡമ്മി വാർഹെഡ്, ട്രെയിനിങ് സ്റ്റിമുലേഷൻ വാർഹെഡുമായിട്ട് കുതിച്ചുയർന്ന ഈ മിസൈൽ പസഫിക് സമുദ്രത്തിലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നാണ് ബെയ്ജിംഗ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ നീക്കത്തോടെ ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള പസഫിക് രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എന്താണ് ചൈനയുടെ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ? ആഗോള സുരക്ഷയെ ഇത് എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായിട്ട് നോക്കാം. ചൈനീസ് നാവികസേനയുടെ വക്താവ് വാങ് സ്യൂമെൻ തങ്ങളുടെ ഔദ്യോഗിക WeChat അക്കൗണ്ടിലൂടെയാണ് ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഒരു റുട്ടീൻ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പതിവ് പ്രക്രിയ മാത്രമാണിത് എന്നാണ് ബെയ്ജിംഗ് പറയുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചിട്ടാണ് പരീക്ഷണം നടത്തിയതെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിരുന്നുവെന്നും ചൈന അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ മിസൈൽ കൃത്യമായി എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്നോ സമുദ്രത്തിൽ എവിടെയാണ് പതിച്ചതെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സുതാര്യത കുറവാണ് അയൽ രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നത്.
ചൈന മുൻകൂട്ടി അറിയിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പരീക്ഷണത്തിന് തൊട്ടു മുൻപ് തന്നെ പസഫിക് മേഖലയിലെ പ്രമുഖ രാജ്യങ്ങൾ കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. ജപ്പാൻ സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ തങ്ങളുടെ വ്യോമാതിർത്തിക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിൽ നിന്ന് ചൈന പിന്തിരിയണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസെന്റ് പീറ്റേഴ്സ് ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. പസഫിക് സമുദ്രം എന്നത് സമാധാനത്തിന്റെ ഒരിടമാണ്. അവിടെ ആണവശേഷിയുള്ള മാരക ആയുധങ്ങൾ ചൈന പരീക്ഷിക്കുന്നത് ഈ ഒരു മേഖലയുടെ സുസ്ഥിരതയ്ക്ക് ഒട്ടും നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാപ്പുവ ന്യൂ ഗിനി വിദേശകാര്യമന്ത്രി ജസ്റ്റിൻ ടി കാച്ചങ്കോയും തനിക്ക് ചൈനീസ് അംബാസിഡർ നേരിട്ട് വിളിച്ച് മുന്നറിയിപ്പ് നൽകിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയയും ഇതിനെതിരെ അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഓസീസ് വിദേശകാര്യമന്ത്രി പെന്നി വോങ് വ്യക്തമാക്കിയത് ചൈനയുടെ ഈ നീക്കം ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒന്നാണ് എന്നാണ്. യാതൊരുവിധ സുതാര്യതയും ഇല്ലാതെ ചൈന തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ വലിയ അവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റാർബോർഡ് എന്ന മാരിടൈം ഇന്റലിജൻസ് കമ്പനി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഈ മിസൈൽ പരീക്ഷണത്തെ നിരീക്ഷിക്കാനായിട്ട് 2 ചൈനീസ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് കപ്പലുകൾ പസഫിക് മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇതൊരു വലിയ ആസൂത്രിത നീക്കമായിരുന്നു എന്ന് ചുരുക്കം. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇത് ചൈനയുടെ 2ാമത്തെ വലിയ സ്ട്രാറ്റജിക് മിസൈൽ പരീക്ഷണമാണ്. ഇതിനു മുമ്പ് 2024 സെപ്റ്റംബറിലാണ് ചൈനയുടെ റോക്കറ്റ് ഫോഴ്സ് ഫ്രഞ്ച് പൊളിനേഷ്യയ്ക്ക് സമീപം ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. 1980 ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് അന്താരാഷ്ട്ര ജലാശയത്തിലേക്ക് ചൈന മിസൈൽ അയച്ചത്. ഇപ്പോൾ ഇതാ സബ്മറൈൻ വഴിയും തങ്ങൾക്ക് ദീർഘദൂര ആണവ ആക്രമണം നടത്താൻ കഴിയുമെന്ന് ചൈന തെളിയിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ മിസൈൽ പരീക്ഷണം നടന്ന അതേ ദിവസം തന്നെയാണ് കിഴക്കൻ ചൈനയിലെ പ്രധാന സൈനിക തുറമുഖമായ ക്വിങ്ഡാവോയിൽ വെച്ച് ചൈനയും റഷ്യയും തമ്മിലുള്ള വാർഷിക സംയുക്ത നാവികാഭ്യാസങ്ങൾ ആരംഭിക്കുന്നത്. ഈ മിസൈൽ ലോഞ്ച് ആ സൈനികാഭ്യാസത്തിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല എങ്കിലും റഷ്യ ചൈന സഖ്യം ഒന്നിച്ച് പസഫിക്കിൽ പിടിമുറുക്കുന്നത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്ക തങ്ങളുടെ നേറ്റോ സഖ്യകക്ഷികളുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറുവശത്ത് ചൈനയും റഷ്യയും ചേർന്ന് പസഫിക് സമുദ്രത്തെ പൂർണ്ണമായും തങ്ങളുടെ സൈനിക പരീക്ഷണശാലയാക്കി മാറ്റുകയാണ്. സമുദ്രത്തിനടിയിൽ നിന്ന് ഉയരുന്ന ചൈനയുടെ ഈ ആണവ സന്ദേശം ആഗോള ശക്തി സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിയെഴുതുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ലോകം മുഴുവൻ വലിയ യുദ്ധഭീതിയിലൂടെയും നയതന്ത്ര തർക്കങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് തോന്നുമ്പോഴും ഇതിലൊക്കെ പ്രത്യാശ നൽകുന്ന ചില പോസിറ്റീവ് വശങ്ങളുണ്ട്. വലിയ ശക്തികൾ തമ്മിൽ മത്സരങ്ങളും ഈഗോ വാറുകളും നടക്കുമ്പോഴും ഏഷ്യ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലോകരാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര മേശപ്പുറങ്ങളിൽ എത്രയൊക്കെ ഭീഷണികൾ ഉണ്ടായാലും ഒടുവിൽ യുദ്ധമല്ല, മറിച്ച് പരസ്പര സഹകരണവും ചർച്ചകളുമാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.